Hello my dear students, welcome back to Rans Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? എന്താ കണ്ടിട്ടുണ്ടാവില്ലേ? സ്കൂളിൽ നേരത്തെ പോകണോ എന്ന് ചോദിച്ചുകൊണ്ടില്ലേ? മക്കളെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നേരത്തെ പോകേണ്ട ഒരാവശ്യമില്ല. ബട്ട് അത്ര തീരെ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നുട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. സ്കൂളിൽ പോകേണ്ട ജൂൺ 2-നാണ് നമ്മുടെ സ്കൂൾ ഓപ്പണിങ്. ജൂൺ 2-ന് നമ്മൾ സ്കൂൾ ഓപ്പണിങ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന് മുന്നേ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? നമുക്ക് ഒരുപാട് ബുക്സ് മേടിക്കണം അല്ലേ? ഒരുപാട് പിന്നെ യൂണിഫോം കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ ഫുൾ സെറ്റായിട്ട് ജൂൺ 2-ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നിങ്ങളൊരു കാര്യം, നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളാണല്ലോ, നിങ്ങൾ ഇനി 10ാം ക്ലാസ്സിലേക്കാണല്ലോ കയറി പോകുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഇപ്പൊ 8ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ 9th എത്തിയ സമയത്ത്, ഈ 9th സമയത്ത് ഇപ്പൊ നിങ്ങൾ പഠിച്ച 9ാം ക്ലാസ്സില്ലേ, അതിലേക്ക് എത്തിയ സമയത്ത് 100 പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ 30 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിലാണ് മക്കളെ, ഫെയിലാണ് എന്ന്. അതായത് ഇപ്പൊ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിലായിരുന്നു. പക്ഷേ ഇനി വരുന്ന നിങ്ങളിപ്പോ ഈ കാണുന്ന ഇപ്പൊ 8-ന്ന് 9ലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് 9ാം ക്ലാസ്സിൽ എന്തുണ്ട്? ഫെയിൽ ഉണ്ട്. പറഞ്ഞ മനസ്സിലാണ്ടോ? പരാജയമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യമുണ്ട് മക്കൾ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങളുടെ SSLC എക്സാം ആണല്ലോ ഈ വർഷം എഴുതാൻ വേണ്ടി പോകുന്നത്. ഈ SSLC എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പബ്ലിക് എക്സാം, ഈ SSLC എക്സാമിന് തൊട്ട് മുന്നേ ഒരു മോഡൽ എക്സാം എന്ന് പറയുന്ന എക്സാം ഉണ്ട്. ഈ മോഡൽ എക്സാമിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. മോഡൽ എക്സാമിൽ നിങ്ങൾ പാസ്സല്ല എങ്കിൽ നിങ്ങൾ ഔട്ടാണ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റൂല. SSLC എക്സാം എഴുതാൻ പറ്റൂല. അത് വീണ്ടും നിങ്ങൾക്ക് ക്ലാസ് തന്ന് നിങ്ങൾ വീണ്ടും ഇവാലുവേഷൻ ഒക്കെ നടത്തി നിങ്ങളെ എക്സാം ഒക്കെ നടത്തിയിട്ട് അല്ലേ ആ പരാജയം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി സാധ്യത ഉണ്ട്. അതുകൊണ്ട് സാറേ ഞങ്ങൾ നേരത്തെ സ്കൂളിലേക്ക് പോകണോ എന്നുള്ള ചോദ്യത്തിന്, മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പഠനം തുടങ്ങിയേ പറ്റൂ. സ്കൂളിൽ പോയിട്ട് ചെന്നിട്ട് ആരംഭിക്കാം എന്നുള്ളതിന് തൊട്ട് മുന്നേ, അതിന് മുന്നേ നിങ്ങൾ ഈ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ഈ വെക്കേഷനിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയേ സാധിക്കൂ. വേറെ ഒരു ഓപ്ഷനും ഇല്ല. സ്കൂളിലേക്ക് മറ്റേ ഓടി ചെന്നിട്ട് അവിടെ തന്നെ അല്ലേ ഭയങ്കര സംഭവം. അതിന് മുന്നേ നമ്മൾ പഠിച്ചു തുടങ്ങണം മക്കളെ. എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണേ? SSLC എന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകമല്ലേ. SSLCക്കുള്ള നിങ്ങളുടെ പുസ്തകങ്ങൾ എല്ലാ ബുക്സും എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണേ. ബുക്സ് മാറിയിട്ടുണ്ട്. ഈ മാറിയ പുസ്തകങ്ങള് അല്ലെ മാറിയത് നിങ്ങൾ അറിഞ്ഞോ? SSLCന്റെ ബുക്സ് മാറിയത് നിങ്ങൾ അറിഞ്ഞണോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടോളൂ. ബുക്സ് മാറിയിട്ടുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വല്ല ഓപ്ഷൻ ഉണ്ടോ സാറ്? ഉണ്ട്. റാൻസ് എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ട് മക്കളെ. റാൻസിന്റെ SSLC പറയുന്ന ഒരു ബാച്ച് ഉണ്ട് മക്കളെ. റാൻസ് SSLC. അതെ, ഈ റാൻസ് SSLC എന്ന് പറയുന്ന ബാച്ചില് വെറും 4999 രൂപക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമില് A+ ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. എല്ലാ വിഷയത്തിലും A+ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് മക്കളെ നമ്മൾ നൽകുന്നത്. മക്കളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോ. നിങ്ങളുടെ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഇപ്പോഴും അറിയില്ല. കുറെ ആളുകളുടെ വിചാരം എന്താണെന്നറിയോ? അവസാന ടൈം പഠിച്ചാൽ പോരെ. ഇല്ലേ, പോരാ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. കാര്യം ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ, ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന അധ്യാപകനാണ്, അതിൻ്റെ ഒരു വെയിറ്റേജ് ഒക്കെ ഒരുപാട് നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും ലിമിറ്റ് വിട്ടുകൊണ്ടാട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, അതായത് +1 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇപ്പൊ എന്തിലേക്ക് വന്നിട്ടുള്ളത്? SSLCയിലേക്ക് വന്നിട്ടുള്ളത് മക്കളെ. SSLCയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റ് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അത്രയും. അത് +1 പഠിക്കേണ്ടത് SSLCക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ കൂടെ കൂടിക്കോ. ഫുൾ സെറ്റാക്കി തരാം മക്കളെ. പേടിക്കണ്ട. സ്കൂളിലേക്ക് നേരത്തെ പോകണ്ട. പക്ഷേ അതിനു മുന്നേ നമ്മൾ പഠനം തുടങ്ങിയേ പറ്റൂ, തുടങ്ങിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. റാൻസ് ലേണിംഗ് പോർട്ടൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ. നമ്മുടെ ക്ലാസ് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ കൂടെ കയറി വായോ. കട്ടൊക്കെ ഉണ്ടാവട്ടെ നമ്മൾ നിങ്ങളുടെ കൂടെ. താങ്ക് യു വെരി മച്ച്. സീ യു ദേർ.